ഹായ്, ഞാൻ മാളു. ഇവിടെ അഹമ്മദാബാദിൽ എല്ലാ വർഷവും ഫ്ലവർ ഷോ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി ഞാൻ ഏട്ടൻ്റെ പുറകെ കൂടിയിട്ട് നമുക്ക് ഫ്ലവർ ഷോ കാണാൻ പോവാന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ ദിവസവും എന്തേലും ഒഴിവ് പറഞ്ഞിട്ട് ഏട്ടൻ മുങ്ങുന്നൊന്നല്ല കേട്ടാ, എപ്പോഴും എന്തേലും പണി വരും. ഇവർക്ക് എവിടുന്ന എപ്പോഴാണ് പണി വരുന്നതെന്ന് ഇവർക്ക് തന്നെ പറയാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് പ്ലാൻ ഇട്ടതായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ ഇന്ന് പോവാന്ന് ഉറപ്പിച്ച് ഞങ്ങൾ വൈകിട്ട് ഇറങ്ങി. പക്ഷെ അവിടെ എത്തിയാലാണ് ഗൈസ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഫ്ലവർ ഷോ കഥ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഫ്ലവർ ഷോന്റെ സാധനങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. മുന്നേ നമ്മളിവിടെ 1-2 തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു പാലവും അതുപോലെ വലിയൊരു ഗാർഡനും ആണ്. നമ്മൾ ഫസ്റ്റ് പോയത് ഗാർഡനിലേക്കാണ്. കാരണം രാത്രി ലൈറ്റ്സ് ഒക്കെ ഓണാക്കിയാലേ ആ പാലത്തിന്റെ ആ ഭംഗി ശരിക്കും മനസ്സിലാവും. പിന്നെ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ക്യാമറമാനെ കൊണ്ട് ഗാർഡനിൽ വെച്ചിട്ട് റീൽസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുപ്പിച്ചു. അതിൽ കുറച്ച് വീഡിയോസ് ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുമ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിന്. അങ്ങനെ അതിനുള്ളിൽ തന്നെയുള്ള ഒരു കഫേ കയറിയിട്ട് ഓരോ ചോള ഭട്ടൂരിയും അല്ല പാവ് ബജി നമ്മൾ ഓർഡർ ആക്കി. ചോള ഭട്ടൂരി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് എനിക്ക് തോന്നി. ഫുഡ് കഴിച്ചു കഴിയുമ്പോഴേക്കും നല്ല ഇരുട്ടായി തുടങ്ങി. ഇനി നിങ്ങൾക്ക് ഞാൻ ആ സ്പെഷ്യൽ പാലം കാണിച്ചുതരാം. നൈറ്റിൽ പാലം കാണാൻ ഒരു രക്ഷയില്ല കേട്ടാ. അഹമ്മദാബാദിലെ തന്നെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ അടൽ ബ്രിഡ്ജ്. ശരിക്കും ഇതൊരു എഞ്ചിനീയർ വിസ്മയം തന്നെ കേട്ടോ. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു DNA ഷേപ്പാണ് ഇതിന്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും നിങ്ങൾ അഹമ്മദാബാദിൽ വരുവാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.